ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള വലുത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കറി വേഗം ഉണ്ടാക്കി തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് എല്ലാം ചേർത്ത് ഇളക്കി ഞാൻ കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ള അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇനി അതിലേക്ക് വേണ്ട മസാലകളാണ് പെരിഞ്ചീരകം, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു, അതുപോലെ 4 ഏലക്കായ, ഇതെല്ലാം ചേർത്ത് നമ്മുടെ മസാലകൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ചുവന്നുള്ളി, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇതും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതൊക്കെ ഏകദേശം മുരിഞ്ഞ് വന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നപ്പോൾ അത് ചൂടാറാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് സവാളയും കൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്താ വെച്ചാൽ കറിയിൽ ഉപ്പുണ്ടല്ലോ. അതുപോലെ തന്നെ മുളകും കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിയിലത്തെ മുളകും ഉപ്പൊക്കെ ഉള്ളതിനനുസരിച്ചിട്ടാണ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, എല്ലായിടത്തേക്ക് എണ്ണയാവുന്ന വിധത്തിൽ. ഇനി നമ്മൾ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് വേവിച്ച് ഞാൻ മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് വീണ്ടും മറച്ച് അതിനെയൊന്ന് പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാം പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരപ്പ് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ അരപ്പിനുള്ളത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ആദ്യം അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് അരയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങും സബോളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സും അതിലേക്ക് ഒഴിച്ച്, അതുപോലെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അതിലേക്ക് മിക്സി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടിരിക്കണം നമ്മുടെ കറി. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് സമയം തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ അതെല്ലാം മസാലകളൊക്കെ ഉരുളൻകിഴങ്ങിലും ഒക്കെ ഒന്ന് പിടിച്ചു വരും. ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി കുറച്ച് സമയം 1 മിനിറ്റൊക്കെ ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി മുരിച്ച് കാച്ചി ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5-6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മുരിയാനായിട്ട് വയ്ക്കുക. മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.